ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ റെഡിയാക്കിയിട്ട് എടുക്കാൻ പോകുന്നത് ഒരു ഫിഷ് പിക്കിളാണ്. അപ്പോൾ നമുക്ക് പിക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാരമീൻ 100 ഗ്രാമോളം വരും. അത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൊണ്ട് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കായവും ഉലുവയും കൂടെ പൊടിച്ച് വെച്ചേക്കുന്നത്, പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലിയും നമ്മൾ സാധാരണ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് 2 ടീസ്പൂണ്, വെളുത്തുള്ളി ഒരു കുടം, പിന്നെ കറിവേപ്പില, ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഒരു 5-6 പിന്നെ നമുക്ക് അസിഡ് വിനാഗിരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മീനൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് മൊരിഞ്ഞ് പോകരുത്, ജസ്റ്റ് ഒന്ന് വറുത്ത് എടുത്താൽ മതി. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഓയിൽ നമ്മുടെ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ നല്ല എണ്ണ. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കുക്ക് ചെയ്യാം. മീൻ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത്. നമുക്കിതിലേക്ക് നമ്മളെടുത്ത് ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ഉപ്പ്. ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണം. നമ്മൾ ഫസ്റ്റ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഉപ്പിട്ട് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് അത് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരുപാടങ്ങ് കുറുകി പോവരുത്. ഇത് നമ്മൾ ഇരുന്ന് ഇച്ചിരി കുറുകി കിട്ടും നമുക്ക്. അപ്പോൾ ഒരുപാടങ്ങ് കുറുകി പോകാൻ നോക്കണം.
കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കുപ്പിയിലിട്ട് വയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഇരുന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടച്ച് സൂക്ഷിക്കാം. ഒരു 6 മാസമൊക്കെ കേടാവാതെ ഉപയോഗിക്കാം നമുക്കിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.